ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1332 ദിവസമാണ്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് നമ്മുടെ പ്രസിഡന്റ് കൂടിയായ ഇസ്മായിൽ സൈഡ് സാറാണ്. അദ്ദേഹത്തോടൊപ്പമുള്ള ചോദ്യോത്തര വേളയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. സാറിന്റെ പേരിന്റെ കൂടെ തന്നെ ഉണ്ട്. നന്ദി. ധനേഷ് ഡോക്ടറുടെ ഒരു മിനിറ്റ് മനസ്സിലായി. ധനേഷ് ഡോക്ടർ വർത്തമാനത്തിൽ നിന്ന് തന്നെ മനസ്സിലായി സാറ് കേറിയിട്ടില്ലെന്നുള്ളത്. അതെ, അതിനു മുമ്പ് ഒരു അനൗൺസ്മെന്റ് നടത്താനുണ്ട്. അതായത് നമ്മുടെ ഈ സൂമില് എല്ലാവരും പേര് വെച്ച് തന്നെ കയറണം. അല്ലാത്തവരെ ഇനി മുതൽ നമ്മൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. കാരണം ഇന്നലെയും നമ്മുടെ സൂമില് ഒരു വൃത്തികേടുണ്ടായി. അതുകൊണ്ട് ഇതിനകത്ത് ഒരു യൂസർ എന്നും പറഞ്ഞ ഒരാൾ കയറിയിട്ടുണ്ട്. അതാരാണെങ്കിലും ദയവായി നിങ്ങളുടെ പേരൊന്ന് പറയണം. ഞാനിപ്പോൾ അൺമ്യൂട്ട് ചെയ്യാണ്. അതാരാന്നൊന്ന് പറയുക. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. അതാരായാലും കുഴപ്പമില്ല. ജസ്റ്റ് അറിയാൻ വേണ്ടിയാണ്. നമുക്ക് കയറുന്ന ഇന്നലെ എന്തോ എസ് ടി പിന്നെന്തോ CL അങ്ങനെ എന്തൊക്കെ അക്ഷരങ്ങളിലേക്ക് പറയാം. Can you say who is this person, whether you are coming from other part of India or from outside? If you want to continue, you can continue. There is no problem, but we want to know who is the person you are. Then Vivo, that is Chandra. Let me check. ഡോക്ടർ അത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കണം പേര് കാണുമ്പോൾ. അങ്ങനെയുള്ളവരെയൊക്കെ നമ്മള് അവിടെ പേര് കാണിക്കണമെന്നും പറഞ്ഞ ഒരു മെസ്സേജ് കൊടുക്കണം. അത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ ഇനി നമുക്ക് ഇതുപോലുള്ള വളരെ നല്ല ഹോണർ 19 ആരാണ്? അത് സ്ഥിരം വരുന്ന ഒരാളാണ്. നേരത്തെ ഉണ്ട്. അത് ആരാന്നൊന്ന് പറയാവോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയൂ. അല്ലെങ്കിൽ വീഡിയോ ഒന്ന് ഓണാക്കണം. ഈ 2 ഓപ്ഷനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ പറയുന്നത്. കാരണം നമ്മൾ ആരുടെ നിന്ന് കാശ് മേടിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റേതാണെങ്കിൽ നമ്മൾ ക്യാഷ് മേടിച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നം വരത്തില്ല. ഇത് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പേര് പറയുകയോ അല്ലെങ്കിൽ വീഡിയോ ഓണാക്കുകയോ തന്നെ ചെയ്യണം. ഇത് 2 ചെയ്യാതെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഈ സെഷന് നാണക്കേടുണ്ടാകുന്ന സംഭവങ്ങളാണ് നടക്കുന്നത്. കാരണം ഇതിനകത്ത് കണ്ടു. എന്നാലും ഒന്ന് ഇതിനു വേണ്ടി നമുക്കൊരു അല്പം വീഡിയോ ഓൺ ചെയ്താൽ വളരെ അത് നമ്മൾ പറയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി നിങ്ങളുടെ ഫേസ് ഒന്ന് കാണിച്ചാൽ മതി. ആരാണെന്ന് ഞങ്ങൾക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. പിന്നീടാണെങ്കിലും ഇങ്ങനെ കയറുമ്പോൾ നിങ്ങൾ അലോ ചെയ്യണമെങ്കിലേ അത് വേണം. അതല്ലെങ്കിൽ മെസ്സേജ് എങ്കിലും അയക്കൂ. ഇത് റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ റിമൂവ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അത് ആവർത്തിക്കരുത്. ഇനി ദയവ് ചെയ്ത് ഇന്ന് നേരത്തെ തൊട്ട് നമ്മൾ പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളിപ്പം നമ്മളിവിടെ ആരുടെയും സൗന്ദര്യം കാണാൻ വേണ്ടി അല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏത് ഡ്രസ്സിലായാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഫേസ് മാത്രം ഒന്ന് കാണുക. കാരണം നമ്മുടെ ഈ പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ നമുക്ക് നാളെ ഇത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അതിനകത്ത് ഒത്തിരി എഡിറ്റിംഗ് വേണ്ടി വരും. കാരണം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളാണ് ഇന്നലെ അതിനകത്ത് ഉണ്ടായത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ പേരൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് പറയുക. പേര് പ്ലീസ് റിമൂവ്. ആരാണ്? ക്യാൻ യു മെൻഷൻ ദ നെയിം? യൂസർ ആണ് എഴുതിയിരിക്കുന്നത്. You just show your face, or then if you are not interested, we can remove the name. Remove you, no problem. Either you should communicate with us. Otherwise, it is very difficult to run this show, because this is a very important session as far as we are concerned. It doesn't matter who is the person there. Everyone has to follow the protocols or
or the law propose ideas that we put forward to you. User Yeah. Okay. എന്നായും പറഞ്ഞിട്ടുണ്ടോ? I am not. ഇല്ല യൂസറിന് തന്നെ കിടക്കുന്നത്. പിന്നെ മറ്റേ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, എന്തോ 90 ലൈറ്റ്, ഓണർ 90 ലൈറ്റ്, അതും അങ്ങനെ തന്നെ കിടക്കുന്നു. അത് മാറാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അറിയാവുന്ന ആരെങ്കിലും, നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ അടുത്ത് കമ്പ്യൂട്ടർ അറിയാവുന്ന ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ ഐഡന്റിറ്റി അവര് മാറ്റിത്തരും. ഇതിപ്പോ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾ ജസ്റ്റ് അതിന്റെ താഴെ പേര് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാം. എന്തായാലും ഞാൻ യൂസറിനെ റിമൂവ് ചെയ്യാണ്, പേര് തരാത്തതുകൊണ്ട്. ഡോക്ടറെ അത് തന്നെയാ നല്ലത്. പറഞ്ഞാൽ കേക്ക് ചെയ്താത്തോരെ അങ്ങനെ തന്നെ ചെയ്യാം. അതിനൊരു ദാക്ഷിണ്യം വിചാരിക്കും. റിമൂവ് ചെയ്ത് ഇനി വേറെ ആരെങ്കിലും ഉണ്ട്? എന്തായാലും 90 അതാരാന്നൊന്ന് പറയുന്നുണ്ടോ? ഓണർ 90 ലൈറ്റ്, അത് ലേഡി ഡോക്ടറാണ് എന്റെ ഓർമ്മ. പണ്ടൊരിക്കലും മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷെ അവര് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അവര് കേറുന്നുണ്ട്. ഇതുവരെ പ്രോബ്ലം ഒന്നും ഇല്ല. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പേര് പറയാം. ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഹോണർ 90 ലൈറ്റ്. ഇഫ് യു ആർ ജോയിനിങ് ഫ്രം അതർ പാർട്ട് ഓഫ് ഇന്ത്യ, എനിവേ ഐ ആം ഗോയിങ് ടു റിമൂവ് യു. Otherwise, you please forward your name or show the video. Okay. റിമൂവ് ചെയ്തോ ഡോക്ടറെ? നമുക്ക് തുടങ്ങാം. യെസ്, ഇനി തുടങ്ങാം. സെട്ട് സാറിന് കാണുന്നില്ലല്ലോ ഇപ്പോ. അല്ല സാറില്ല, ജയലളിത ഡോക്ടർ. സെട്ട് സാർ എവിടെ പോയി? ഒന്ന് വിളിച്ചേ, സേട്ട് സാറിനെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചേ ഡോക്ടറെ. സാറ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു, പോയി, ഇപ്പൊ പോയി. തൽക്കാലം ശ്രീധരക്കുറിപ്പ് സാർ ഒന്ന് തുടങ്ങി വെക്ക്. സാറിന്റെ നെറ്റിന്റെ പ്രോബ്ലം ആയിട്ടാണെന്ന് തോന്നുന്നു. സാറ് ജോയിൻ ചെയ്തിട്ട് പോയതാന്ന്. വാട്ട് ഐ ക്യാൻ സേ എന്നാ ഞാൻ പറയേണ്ടേ? നമ്മള് ക്യാൻസറിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് സേഠ് സാറിനോട് ചോദ്യോത്തരമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം സേഠ് സാർ ഇപ്പൊ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോ സാറിന്റെ നെറ്റ് പോയതാന്ന് തോന്നുന്നു. ഞാനിപ്പോ സാറിനെ വിളിച്ച് സാറിനെ ഇപ്പൊ കാണുന്നില്ലെന്ന് പറഞ്ഞ് സാറ് തന്നെ പറഞ്ഞു. ഞാൻ എനിക്കറിയാവുന്നത് പറയാം. അല്ല അത് മതി. നമ്മളൊരു ജസ്റ്റ് നമ്മൾ പ്രീവിയസ് പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ല. കാരണം നേരത്തെ ഇച്ചിരി പ്രിപ്പയർ ചെയ്താലേ കുറച്ചുകൂടെ നന്നാകത്തുള്ളൂ. പക്ഷെ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെയാ പറയുന്നത്. അപ്പൊ അന്നേരം ഞാൻ ആദ്യം തൊട്ട് ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ ക്യാൻസർ എന്നുള്ളതിന്റെ അർത്ഥം തന്നെ ഞണ്ടിനെ കാണിച്ചിട്ടാണ് ക്യാൻസർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അന്നേരം ഒരു ഇറുകി പിടിക്കുന്ന ഒരു അസുഖമായിട്ടാണ് ഞാൻ ആദ്യം ചികിത്സിക്കുന്നത്. ക്യാൻസർ ആണെന്ന് അറിഞ്ഞുകൊണ്ടല്ല. ഞാൻ 1971-75 പാസ്സായെങ്കിലും ഞാൻ ഇമ്മീഡിയറ്റ് തന്നെ എൻ്റെ ചില റിലേറ്റീവ്സ് എല്ലാം, ബന്ധക്കാരെല്ലാം ഹോമിയോപ്പതി ഡോക്ടർ ആയതുകൊണ്ട് അവരുടെ എല്ലാം ബോർഡ് വെച്ച് ഞാൻ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു. അന്നേരം എനിക്ക് ആദ്യം ഡോക്ടർ പരമേശ്വരക്കുറുപ്പിൻ്റെ അനിയനിരിക്കുന്ന സ്ഥലത്താണ് ഞാൻ ആദ്യം പ്രാക്ടീസ് തുടങ്ങിയത്. അന്ന് എൻ്റെ അടുത്ത് കേൾക്കാവോ എല്ലാവർക്കും?
പരമേശ്വരക്കുറുപ്പ് ഡോക്ടർ പരമേശ്വരക്കുറുപ്പ് ഇരിക്കുന്ന സ്ഥലത്താണ് ഞാൻ 1975 സ്റ്റാർട്ട് ചെയ്തത്. അവിടെ വെച്ച് ഒരു സ്ത്രീ ഒരു ബ്രസ്റ്റ് ആബ്സസുമായിട്ട് വന്നു. ഞാനന്നേരം ഒരു വെള്ളക്ക വെക്കാം അത്രയുണ്ട് ആഴം, ഭയങ്കര പവർ സ്പെൻഡിങ്ങുമായിട്ട്. പക്ഷെ എനിക്ക് അന്ന് അറിയത്തില്ലല്ലോ, എനിക്ക് ക്യാൻസറിനെ കുറിച്ചൊന്നും വലിയ പിടിയില്ല, നമ്മളധികം കേസൊന്നും കണ്ടിട്ടില്ല. ഏതായാലും ഞാനത് ഇത് ഡ്രസ് ചെയ്തു, മെഡിസിൻ കൊടുത്തു, പതിയെ പതിയെ ഹീൽ ചെയ്യാൻ തുടങ്ങി. ഒരു അകത്തോട്ട് അന്നൊക്കെ ഇത് മെഡിസിനിൽ വെച്ചിട്ട് ഗോസ് വെക്കും, പലതരത്തിലുള്ള കലണ്ടുല, പിന്നെ അതുപോലെ തന്നെ അതൊക്കെ ഡൈല്യൂട്ട് ചെയ്താ വെക്കുന്നത്. കലണ്ടുല, ഇച്ചിനേഷ്യ, മദർ ടിഞ്ചർ, ഇതൊക്കെ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചു. അകത്തോട്ട് മെഡിസിനൊക്കെ കൊടുത്തു. ഇപ്പം ഞാൻ അന്ന് കൊടുത്തത് കാൽക്കേറിയ കാർഡാണ്. അന്ന് ഞാൻ 0/3 ഒക്കെ ഉപയോഗിക്കുമായിരുന്നു. ഏതായാലും കൊടുത്തു. ഒരു ഫാറ്റി പ്ലാബി ലേഡിയായിരുന്നു. എന്തായാലും കൊള്ളാം, അത് കംപ്ലീറ്റ് ഹീൽ ചെയ്തു. ഹീൽ ചെയ്തപ്പോൾ അവരുടെ മെഡിക്കൽ കോളേജിലെ ചീട്ട് കാണാതെ പോയിരുന്നു. അത് കഴിഞ്ഞ് ഇത് ഹീൽ ചെയ്തപ്പോൾ ഒരു ദിവസം അവരേതാണ്ട് തപ്പി കൂട്ടത്തി റേഷൻ കാർഡിന്റെ അകത്തിരുന്നത് കിട്ടി. എന്നാ പിന്നെ ആയിക്കോട്ടെ, ഞാൻ നിർത്തുക. ഓക്കെ. സാറിന്റെ മുഖം കണ്ടില്ല സാറ്. അല്ല, ഞാനിപ്പോ സാറിനെ കോഹോസ്റ്റ് ആക്കിയത്. ഇനിയിപ്പോ തുടങ്ങാം. സാറിന് നേരത്തെ സാർ ഉണ്ടായിരുന്നു, പക്ഷെ സാറിന് ഓഡിയോ കണക്റ്റഡ് അല്ലായിരുന്നോണ്ടാന്ന് തോന്നുന്നു കേൾക്കാൻ മേലായിരുന്നു. സാറിനെ ഒന്ന് സ്വാഗതം. സാറ് വരട്ടെ. സാറേ, നമ്മളെ സാറിനെ കാണാത്തത് കൊണ്ടാണ് നമ്മൾ കുറുപ്പ് സാറിനെ വിളിച്ചത്. ആദ്യം സൂമിലെ 1-2 പേര് പേര് വ്യക്തമാക്കാതെ ഉണ്ടായിരുന്നത് കൊണ്ട് അവരെ ഡീൽ ചെയ്യുന്ന തിരക്കിലായി. അതുകൊണ്ടാണ് അപ്പോഴ് തുടങ്ങാനും പറ്റാഞ്ഞത്. എന്തായാലും ഇന്നത്തെ ചോദ്യോത്തരവേള പരിപാടിയിലേക്ക് സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. തുടങ്ങാം സാർ. കേൾക്കാമോ? സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. ഇപ്പൊ കാണുന്നില്ലേ? സാർ പിന്നെയും ഔട്ടായെന്ന് തോന്നുന്നു. സാറിന്റെ അവിടെ നെറ്റ് പ്രശ്നമാണ്, അതാണ് വീണ്ടും ഔട്ടായി പോയത്. കാണുന്നില്ല. ശ്രീധരക്കുറുപ്പ് സാറിനെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് വീണ്ടും. ആരില്ലാതെ വരുമ്പം ആണ്. അതിന് അതുകൊണ്ടാണ് സാറുള്ള ഓരോ പരിപാടിയിലും ഞാൻ പറയുന്നത് അത്യാവശ്യത്തിന് ഉപകരിക്കുന്ന കുറുപ്പ് സാറ്. എനിക്കങ്ങനെ നാണോ മാനോ ഒന്നും ഇല്ല, അതുകൊണ്ടാണ്. ഭാഗ്യം. അതാണ് സാറ് വളരെ വലിയ ഒരു മനസ്സിന്റെ ഉടമയാണ്, കോംപ്ലക്സുകളൊന്നും ഇല്ലാത്ത. സാറ് കേക്കട്ടെ, സാറ് തുടങ്ങുകയാണെങ്കിൽ പിന്നെ സാറ് വീണ്ടും ഔട്ടായി പോയി സാറേ. സാറ് വീണ്ടും ഔട്ടായി പോയി സാറേ. സാറിന്റെ നെറ്റ് വീക്കാന്ന് തോന്നുന്നു, അതാണ് പ്രശ്നം. പറയണമെങ്കിൽ പറയണം, അല്ലെങ്കിൽ സാറ് പറഞ്ഞുകൊണ്ട് വന്ന കേസ് ഇനിയിപ്പോ സാർ വന്നാലും സാറ് പറഞ്ഞുകൊണ്ടിരുന്നത് പൂർത്തിയാക്കിയിട്ട് ഏത് കാര്യം സാർ പറയും. എന്നിട്ട് ഏതായാലും അത് ചീട്ട് കിട്ടി. അവരുടെ റേഷൻ കാർഡിന്റെ അകത്തിരുന്ന് ചീട്ട് കിട്ടി. ചീട്ട് കിട്ടിയപ്പോഴാണ് ഞാൻ അതിശയിച്ചത്. ഞാൻ ആദ്യം ചികിത്സിച്ച ക്യാൻസർ കേസാണ്, ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു, ലെഫ്റ്റ് ബ്രസ്റ്റ് ആയിരുന്നു. ഞാൻ കംപ്ലീറ്റ് പറഞ്ഞു. എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും ആനന്ദകരമായ ഒരു നിമിഷമായിരുന്നു. അങ്ങനെ പിന്നെ രണ്ടാമത്തെ കേസ് അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ ഒരു ടെൻഷൻ വന്നേനെ. ഇത് നമ്മൾ അറിഞ്ഞില്ലല്ലോ, നമുക്കറിയത്തില്ലല്ലോ ഇതെങ്ങനെയാ ഡയഗ്നോസ് ചെയ്യുന്നൊന്നും അന്ന് അറിയത്തില്ല. പഠിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അന്നേരം വലിയ ധൈര്യമായിട്ട് തന്നെ ചെയ്തു. അങ്ങനെ പലപ്പോഴും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതൊരു എനിക്ക് ധൈര്യം, അങ്ങനെ പല കാര്യത്തിനും ധൈര്യം കിട്ടിയത്. രോഗത്തിനെ ഞാൻ ഒരിക്കലും ചികിത്സിച്ചിട്ടില്ല, രോഗിയെ ചികിത്സിക്കാറുള്ളത്. അങ്ങനെയാണ് ഹോമിയോപ്പതി. ഒരിക്കലും രോഗം ഞാൻ ചെയ്തില്ല. ഇവിടെ ക്യാൻസർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാണേലും അതിന്റെ ഇൻഡിക്കേറ്റഡ് ഫിസിക്കൽ, മെന്റൽ, എമോഷണൽ ലെവലിൽ നമ്മൾ അനലൈസ്, എവാലുവേഷൻ ചെയ്ത്
ഇൻഡിക്കേറ്റഡ് മരുന്ന് കൊടുത്താൽ തീർച്ചയായിട്ടും കുറയും. രണ്ടാമത്തെ കേസ്, ഞാൻ എൻ്റെ ഒരു അമ്മയുടെ അമ്മാവനുണ്ട്, എല്ലാവരും ആനക്കുറുപ്പെന്നാണ് വിളിക്കുന്നത്. പുള്ളിയുടെ ഒരു ഹോബിയാണ് ആനയെ മേടിക്കുക, വിൽക്കുക, അല്ലെങ്കിൽ ആ ലേലത്തിന് പോയിരിക്കുക, അതിൻ്റെ അകത്ത് നിന്ന് കമ്മീഷൻ മേടിക്കുക. ഇതൊക്കെ പുള്ളിക്കൊരു ഹോബിയാണ്. അന്നേരം പുള്ളിയെ കാണാൻ ചെന്നപ്പോൾ അവിടെ ഒരാൾ ഇച്ചിരി പൈസയ്ക്ക് വന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, തിരുവനന്തപുരത്ത് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാനാ. സാറേ ഇടപെടുന്നതിൽ ഒരു കുഴപ്പമില്ല, എനിക്ക് യാതൊരുവിധ കുഴപ്പം. സാർ വന്നിട്ടുണ്ട്. സാറിന് എപ്പോഴാണ് ഔട്ട് ആവുന്നത് അറിയാൻ പറ്റില്ല. അന്നേരം വിളിച്ചാൽ മതി. എന്റെ ഈ കഥകളുടെ സ്റ്റോക്ക് ഉണ്ട്, പക്ഷെ കഥ കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്. ഇസ്മായിൽ സേട്ട് സാറുമായിട്ടുള്ള ചോദ്യോത്തര വേളയാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം. അപ്പൊ സാർ എത്തിയിട്ടുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കാൻ എല്ലാവരും റെഡി ആവണമെന്നാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഓരോരുത്തർ അവരവരുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് ഓരോരുത്തരായിട്ട് ചോദിക്കണം. ഒന്നാമത് സാറിന് നെറ്റ് പ്രശ്നമുണ്ട്. അപ്പൊ ധനീഷ് ഡോക്ടർ എത്തിയിട്ടുണ്ട്. ധനീഷ് ഡോക്ടറാണ് ആദ്യം ചോദിക്കാൻ പോകുന്നത്. ധനീഷ് ഡോക്ടറെ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ ഡോക്ടറെ. എന്നെ പുള്ളി ഔട്ട് ആയി പോയ എന്നെ ഒന്ന് കോഹോസ്റ്റ് ആക്കിയിരിക്കണം. ഞാൻ ഡോക്ടറെ ഹോസ്റ്റ് ആക്കിയിരിക്കുക. ശരി, കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. കോഹോസ്റ്റ് ആക്കണം. സാറിന്റെ അനുഭവങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ പറയൂ ആദ്യം. സാറിനെ കൂടി കോഹോസ്റ്റ് ആക്കണം, എന്നാലേ സാറിന് ആക്കിയിട്ടുണ്ട്. സാറൊന്ന് തുടങ്ങിയിട്ടുണ്ട് സാറേ. സാറിന് എന്താണ് പറയാനുള്ളത്? അത് പറഞ്ഞതിന് ശേഷം നമുക്ക് ചർച്ചയിലോട്ട് പോകാം. ക്യാൻസർ ട്രീറ്റ്മെന്റിൽ സാറിന്റെ ഒരു അനുഭവത്തിന്റെ ആമുഖം ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. സാർ അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും സാറേ. കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ക്യാൻസർ കേസുകളുടെ ട്രീറ്റ്മെന്റ് സാറിനെ കുറിച്ച് സാറിന്റെ ആ ഒരു എന്താണ് എക്സ്പീരിയൻസ്? ഇപ്പൊ രോഗത്തിന്റെ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം വളരെയധികം മോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചെറിയ എന്ത് വളരാനും ക്യാൻസർ ഉണ്ട്. കൊച്ചുകുട്ടികൾക്കാണെങ്കിലും ഇൻഫൻസിനാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും ക്യാൻസറാണ്. ഇപ്പം എൻ്റെ അടുത്ത് ഓഫീസിൽ വരുന്ന പേഷ്യൻസിൽ ഒരു 80% ക്യാൻസർ പേഷ്യൻ്റാണ് വരുന്നത്. ഇത്രത്തോളം ക്യാൻസർ വരുമ്പോൾ എനിക്കെല്ലാം അഡിക്റ്റുണ്ട്. ഇത്രത്തോളം ക്യാൻസർ എൻ്റെ അടുത്ത് വരുമ്പോൾ എന്തായിരിക്കും എൻ്റെ ഔട്ട്ലെറ്റ് എന്നുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ ഭയപ്പെട്ടിരിക്കുക. ഇങ്ങനെ പോയാൽ എവിടെ പറ്റുമെന്ന് അറിയത്തില്ല. എൻ്റെ ടോട്ടൽ പേഷ്യൻസ് ഒരു 100 വരെ, 100 വരുന്നില്ല, ഒരു 50 വെച്ചോളൂ. 50 രോഗികൾ വരികയാണെങ്കിൽ അതിൽ 40 പേരും ക്യാൻസർ പേഷ്യൻ്റാണ്. 10 വരെ ഉള്ളൂ ഇൻഫെർട്ടിലിറ്റിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോഴും ക്യാൻസർ പേഷ്യൻ്റ് എത്രത്തോളം കൂടിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയൊക്കെ ഒരു അബദ്ധവശാൽ ഞാൻ ക്യാൻസർ ചികിത്സ എന്നുള്ള പരസ്യം പുറത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ നാനാഭാഗത്തു നിന്ന് വിളി വരുന്നുണ്ട്. ഇന്നാണെങ്കിൽ നാളത്തേക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത് റിട്ടയർഡ് IG ആണ്. പുള്ളിക്ക് ഒരു ക്യാൻസറിന്റെ ഒരു ആളെ കൊണ്ട് വരാൻ വേണ്ടിയാണ്. പുള്ളി വൈകും വരുന്നുണ്ട് നാളെ രാവിലെ 11 മണിക്ക്. അപ്പൊ അത് കിടക്കുകയാണ് ഈ മേഖല. ഹോമിയോപ്പതിക്ക് ആണെങ്കിൽ ഈ മേഖലയിൽ വളരെയധികം സാധ്യതകളാണ്. നമ്മളെ കുട്ടികളും നമ്മളെ സ്റ്റുഡൻസും ഡോക്ടർമാരും സത്യം പറയാൻ അതിനകത്ത് വളരെ ഒരു സാധാരണ എന്തെങ്കിലും പറ്റില്ല. അതല്ല, നമുക്കുള്ള അമൂല്യമായ മരുന്നുകൾ വളരെ രോഗങ്ങൾക്ക് സുഖപ്രാപിക്കാൻ വേണ്ടിയുള്ള മരുന്നുകളാണുള്ളത്. നമ്മൾ മനസ്സിലാക്കി ധൈര്യത്തോടെ കൊടുക്കണം, ധൈര്യം കാണിക്കണം. അല്ല പറ്റില്ല. ക്യാൻസർ ആണെന്ന് പേടിച്ചിട്ട് മാറി ഡോക്ടർമാർ മാറി കഴിഞ്ഞാൽ ഇന്നെങ്ങനെ രോഗികൾ നമ്മുടെ അടുത്ത് വരിക? എൻ്റെ അടുത്ത് നിർവ്വഹണം വരാനുള്ള കാരണം ഞാൻ ധൈര്യമായിട്ട് ചികിത്സ ചെയ്യുന്നതിന്റെ പേരിലാണ്. മനസ്സിലായില്ലേ? അപ്പൊ അത്രത്തോളം വ്യാപിച്ചു കിടക്കാണ് ഈ ക്യാൻസർ രോഗം. അത് നമുക്ക് ഹോമിയോപ്പതി സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ വളരെ സ്കോപ്പാണ്. അറ്റ്ലീസ്റ്റ് നമുക്ക് ക്യാൻസർ പെയിൻ കൊടുക്കാൻ പറ്റും. അവരുടെ മരുന്ന് കൊണ്ട് പെയിൻ കുറയാത്തത് മോർഫിൻ കൊണ്ട് 5-6 ഇപ്പം ഇന്ന് ഒരു പേഷ്യൻ്റ് ഇവിടെ ഉണ്ട്. ഒറ്റ ഡോസ് കൊടുത്തോളൂ. ഇന്നലെ 4 ഡോസ് കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഞാൻ 2 കഴിച്ചിട്ട് 3 കഴിച്ച് 2 വന്ന് 1 പറഞ്ഞത്. അവര് കയറി ഒറ്റ അടിക്ക് 1 പെയിനില്ല. രാവിലെ പെയിന്റെ ചെറിയൊരു അരം വന്നപ്പോൾ 1 ഡോസ് വെച്ച് കഴിച്ചു. നാളെ എടുക്കൂലെന്നാണ് വിളിക്കുന്നത് മോർഫിൻ. അപ്പൊ അത്രത്തോളം നമുക്ക് സാധ്യതയാണ് പെയിന് വേണ്ടി. ക്യാൻസർ പെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ചുരുക്കം ചില മരുന്നുകൾ മാത്രമേ ഉള്ളൂ. ആ മരുന്ന് കൊണ്ട് നമുക്ക് സത്യമായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും.
നമ്മൾ നിസ്സാരമായ കാൽക്കരി കാർബ് 30 അത് ഒരു 25 ml അക്വയിൽ ഒരു 4-5 തുള്ളി ഇട്ടിട്ട് അതിൽ നിന്ന് ഒരു 3 തുള്ളി വീതം എവരി അവറിൽ കൊടുക്കാൻ വേണ്ടി പോയാൽ ഒരു ദിവസം കൊണ്ട് അത് 2 hourലാക്കാൻ പറ്റും, 3 hourലാക്കാൻ പറ്റും. 3 ദിവസം കഴിയുമ്പോഴേക്കും ആ പെയിൻ കംപ്ലീറ്റ് മാറി. പിന്നെ കൽക്കരി കാർബ് പോലും പോയിട്ട് വേണ്ട. പിന്നെ ഇൻഡിക്കേറ്റർ മെഡിസിൻ കൊടുക്കാൻ പറ്റും നമുക്ക്. ആ രീതിയാണ് നിൽക്കുന്നത്. ആരെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റിങ്ങനെ ചന്ദ്രമോഹൻ അഡ്മിറ്റ് ചെയ്യ സാറ്. ഇവിടെയും കാണുന്നത്. അത് നമ്മൾ ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ. സാറ് ഇപ്പൊ ക്യാൻസർ കൽക്കരി കാർബ് ഞാനിപ്പോ അവസാനം പറയും. സാറ് ക്യാൻസർ കേസുകളാണ് ഒരു 100 പേര് വന്നാൽ 80 പേരും ക്യാൻസർ പേഷ്യൻസ് ആണെന്ന് പറഞ്ഞല്ലോ. ഏത് ക്യാൻസർ ആണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്? ക്യാൻസർ, ലിവർ ക്യാൻസർ. ലിവർ ക്യാൻസർ വളരെ കൂടിക്കൊണ്ടിരിക്കുക ഇപ്പൊ. ലിവർ ക്യാൻസറിന്റെ പേഷ്യൻസ്, ലിവർ ക്യാൻസർ കൂടുതൽ എനിക്ക് അറിയില്ല. എന്റെ അടുത്ത് വരുന്ന നമ്പർ നോക്കുമ്പോഴേക്കും യൂസഫേക്കൽ ക്യാൻസറും സ്റ്റൊമക് ക്യാൻസറും കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ലിവറാണ്. ലിവർ ക്യാൻസറാണ് കൂടുതൽ വരുന്നത്. ലിവർ ക്യാൻസർ കുറച്ച് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പ്രയാസമാണ് തന്നെ. കാരണം ലിവർ ഫസ്റ്റ് പറഞ്ഞ ഏതായിരുന്നു? യൂസഫേക്കൽ ക്യാൻസർ. അന്നനാളം ക്യാൻസർ, പിന്നെ ലങ് ക്യാൻസർ, യൂസഫേക്കൽ ക്യാൻസർ, ലങ് ക്യാൻസർ, പിന്നെ ലിവർ ക്യാൻസർ. ലേഡീസിനാണെങ്കിൽ സർവീസ് ക്യാൻസറാണ് ഇപ്പൊ വളരെ കൂടുതലുള്ളത്. യൂട്രൈൻ ക്യാൻസറിനെക്കാളും കൂടുതൽ, മൊത്തത്തിലുള്ള ക്യാൻസറിനെക്കാളും കൂടുതൽ സർവീക്സിൽ ക്യാൻസറാണ്. അപ്പൊ അതിനൊക്കെ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റിയ കാര്യങ്ങളിൽ അവരെ പെയിൻ അവർക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പെയിൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കോൺസെൻട്രേഷൻ മരുന്നോ ആസ്മാറ്റിക് മരുന്നോ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നമുക്കത് സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഒരുപാട് കേസുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് ആര് അസുഖം ഇല്ലാതെ തന്നെ ഇപ്പൊ കുറെ ആൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് മരുന്ന്. ഞാൻ ഇന്ന് 1-2 പേർക്ക് പറഞ്ഞു, ഇനി മരുന്ന് കഴിക്കേണ്ട കേട്ടോ. ഇല്ല സാറേ, വലിയ കുഴപ്പമൊന്നും ഞങ്ങളൊന്ന് വാങ്ങിച്ച് കഴിച്ചോളാം. അപ്പൊ ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് എസ്എല്ലൊക്കെ കൊടുക്കുക. സാറേ, അലോപ്പതി ചികിത്സയ്ക്ക് പോകാതെ തന്നെ ഹോമിയോപ്പതി മാത്രം ആശ്രയിച്ചവരാണ് വളരെ ചുരുക്കുക. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വരാറുള്ളൂ. ഇപ്പോഴും ആദ്യമേ എന്ന കേസ് ഒരു 1-2 കേസ് മാത്രം വന്നാലേ ഉള്ളൂ. എനിക്ക് ഒരു മാസത്തിൽ 1-2 കേസ് മാത്രമേ കണ്ടുള്ളൂ ഫ്രഷ് ആയിട്ട് വരുന്നത്. അത് ഇങ്ങനെ അവരുടെ അവരുടെ ഫാമിലിയിൽ ക്യാൻസർ വന്ന് പെയിൻ എല്ലാം കണ്ടു ഹോമിയോപ്പതി കൊണ്ട് പ്രത്യേകിച്ച് എന്റെ മരുന്ന് കൊണ്ട് കുറഞ്ഞെന്ന് പറയുമ്പോൾ അവർ കുടുംബത്തിൽ ആരെങ്കിലും വരണേ അവരെ വിളിച്ചും വരും. അങ്ങനെ വരുന്നവരേ ഉള്ളൂ. അല്ലാതെ വരുന്നതാണെങ്കിൽ കീമോതെറാപ്പിയും റേഡിയേഷനും എല്ലാം കഴിഞ്ഞ് വരുന്ന ആളുകളാണ് നമ്മുടെ കൂടുതലുള്ളത്. ഏറ്റവും കൂടുതലുള്ള വിഷയം അങ്ങനെയാണ്. കീമോ കൊടുത്തിട്ട് വരുന്നവരാണ്. കീമോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മരുന്നിനെ ആക്ഷൻ കുറച്ച് പ്രയാസം വരും. എന്ന് വെച്ചിട്ട് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ കൽക്കരി കാർബ് എന്റെ ഒരു സിറ്റുവേഷൻ മാറിയിരിക്കുക. ഇപ്പം ഞാൻ ആദ്യം കലണ്ടില കൊടുക്കുമായിരുന്നു, ഇപ്പോർബിയം കൊടുക്കുമായിരുന്നു, മനസ്സിലല്ലേ? അങ്ങനെ പല മരുന്നും കൊടുക്കുമായിരുന്നു പെയിൻ കില്ലറായിട്ട്. ഇപ്പൊ കാൽക്കരി 30 പൊട്ടൻസി. 200 ആക്ഷൻ ഇല്ല കേട്ടോ. 200 ഞാൻ കൊടുത്തു നോക്കേണ്ട ആക്ഷൻ ഇല്ല. ഒരാള് എന്റെ അച്ഛന്റെ ഡോക്ടർ 30 കൊടുത്തോണ്ടിരുന്നപ്പം കുറവാണെന്ന് പറഞ്ഞപ്പോഴും കയ്യിൽ കയറി 200 കൊടുത്തു. 2 പെയിൻ വന്നു. പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പാടുപെട്ടത്. പിന്നെ അവർക്ക് കലണ്ടര കൊടുത്തു, ഇപ്പോബിയം കൊടുത്തു, അങ്ങനെ കൊടുത്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവരായിരുന്നു. തുജ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയത്. അപ്പോഴത്തേക്ക് 1-1.5 മാസം കഴിഞ്ഞു പോയി. ഒരു പ്രയാസപ്പെട്ട് മുന്നോട്ട്. പിന്നെ അവിടുത്തെ പറയാൻ പറ്റില്ലല്ലോ, എന്റെ അച്ഛൻ്റെ കരിക്കുന്നത് അതുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതൊരു ബ്ലാക്ക് മാർക്കല്ലേ ഇങ്ങനെ പറയാറ്. ഹോമിയോപ്പതിക്ക് ഒരു ക്ഷീണമാണത്. പറയാൻ പറ്റില്ല. എന്താണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായെന്നുള്ള രീതിയിൽ അവരെ അക്യൂസ് ചെയ്ത് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഇതുവരെ ആക്ഷൻ കിട്ടി, ഇപ്പൊ കിട്ടുന്നില്ല, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് പോകാനേ പറ്റുള്ളൂ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യേണ്ട ചികിത്സയേക്കാൾ കൂടുതൽ വരുന്നത് ഒരു സാന്ത്വനം കൊടുക്കുക എന്നുള്ളതാണ്. പേഷ്യന്റിനെ കൗൺസിലിംഗ് കൊടുത്തിട്ട് ആ പേഷ്യന്റിനെ കൗൺസിൽ ചെയ്യണം ആദ്യം. കൗൺസിൽ ചെയ്തിട്ട് ആ പെയിന് ഈ രോഗം വലിയ മാരകര രോഗം അല്ലെന്നും സാധാരണ രോഗത്തെപ്പെട്ട ഒരു വണ്ണത്തെ ഡിസീസാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒറ്റിക്കഴിഞ്ഞാൽ, അങ്ങനെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ മരുന്ന് വിടപെടാമെന്ന് ആക്ട് ചെയ്യും. അതല്ല ഇപ്പോഴും അത് വളരെ സീരിയസ് രോഗമാണ്, അത് മാറത്തില്ല, എന്നെയും കൊണ്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് രോഗികൾ കാത്തുകൊണ്ടിരിക്കുകയാണ്, അവരെയും കൊണ്ടേ പോകുള്ളൂ. അതുകൊണ്ട് അപ്പൊ നമ്മള് വരുന്ന രോഗികൾ നല്ല രീതിയിലുള്ള ഹെൽത്തി കൗൺസിലിംഗ് നടത്തണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിവിടെ കൊടുക്കുന്നത് അത് തന്നെയാണ്. പിന്നാണെങ്കിൽ ഇന്ന് വഴക്കമുണ്ടായി. കാരണം 11 മണിക്ക് ബുക്ക് ചെയ്യാൻ ആളെ ഞാൻ വിളിച്ച 1 മണിക്കാണ്. അപ്പൊ അയാൾ പറഞ്ഞു, പിന്നെ ഞാൻ ഇതിനെ വെറുതെ ബുക്ക് ചെയ്തേ. ഞാൻ സഹോദരൻ ഇങ്ങനെയാണ് കാര്യം, ഇങ്ങനത്തെ 2-3 രോഗികൾ വന്നാൽ അവരെ ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ശരിയല്ലല്ലോ. അപ്പൊ അയാളെ ഭാര്യ ഉണ്ടായിരുന്നു.
സാറില്ല പറഞ്ഞിട്ട് അവരെ സാറിനെ സമാനപ്പെടുത്തി എന്നെ സമാനപ്പെടുത്തി ഞാൻ വരുന്നുണ്ടല്ല. കൂടുതൽ സമയം എടുത്ത് ആ ഒരു രോഗിയേക്ക് ഞാൻ നല്ല രീതിയിൽ ഒരു അഡ്വൈസ് കൊടുക്കും. അപ്പം ഒരു രോഗിയെ കയറി 3/4 മണിക്കൂറിന് എടുത്തുകൊണ്ടാണ് പരാതി വന്നത്. അതിന് മുമ്പെല്ലാം സാർ 5 മിനിറ്റ് 10 മിനിറ്റ് കൂടി വിടുവായിരുന്നു. ആ ഒരു രോഗിക്ക് വേണ്ടി 3/4 മണിക്കൂർ ഞാൻ 3/4 മണിക്കൂർ എടുത്തതേ അവർ ലൈഫിനെ ഇതാക്കാൻ വേണ്ടിയാണ് എടുത്തത്. അവര് കണ്ടമാനം ഡിസപ്പോയിന്റഡ് ആണ് ആ രോഗത്തെ പറ്റി. ആ രോഗത്തിന് ഡിസപ്പോയിന്റ്മെന്റ് മാറ്റിയിട്ട് രോഗം മാറുന്ന തരമാണെന്ന് അവരെ കൊണ്ട് വിശ്വസിപ്പിക്കണം. വിശ്വസിച്ചാൽ മാത്രമേ ആ രോഗം മാറ്റിയുള്ളൂ, മരുന്ന് ആക്ട് ചെയ്യുള്ളൂ. അതാണ് ഞാൻ ചെയ്ത കാര്യം. അതുകൊണ്ട് താമസിച്ചു പോയതാ എന്ന് പറഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി. അയാൾ ഭാര്യ പറഞ്ഞ സാറേ ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ കാരണം ഞങ്ങൾക്ക് 2 മണിക്കൂർ ദിവസം പോകണമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സാറേ ഇപ്പൊ ഞാൻ മരുന്ന് ഉടനെ എടുപ്പിച്ചു തരാം. ഉടനെ മരുന്ന് ഞാൻ ആ ബുക്ക് എടുത്തിട്ട് ഉടനെ ഫാർമസി കൊടുത്ത് ഉടനെ കൊടുക്കാൻ വേണ്ടി ഏർപ്പാടാക്കി. അപ്പൊ കുറച്ച് മടക്കം തീർന്നവർക്ക് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും നമ്മൾ കൊടുക്കുമ്പോഴേക്കും. അപ്പൊ ആ രോഗികളെ നമ്മൾ കൺവിൻസ് ചെയ്ത് രോഗം വലിയ മാരകമല്ലെന്നും നിസ്സാരമായിട്ട് മാറ്റാൻ പറ്റുന്നതാണെന്നും ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രോഗിക്ക് വൈദ്യന്റെ അടുത്ത് പറയാൻ കേട്ടോ, വൈദ്യന്റെ അടുത്ത് പറയാൻ ബുദ്ധിമുട്ടാവും. വൈദ്യന്റെ അടുത്ത് രോഗത്തെ പറ്റിയുള്ള ശരിയായ വിവരം പിക്ചർ കൊടുക്കുകയും വേണം. രോഗിയെടുത്ത് അത് വളരെ നിസ്സാരമാണെന്ന് പറഞ്ഞ ഒരു കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കേസ് ഹാൻഡ് ചെയ്യാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ രീതി അതാ. ഞാൻ രോഗിയുടെ ആളുകളെടുത്ത് വിളിച്ചിട്ട് അദ്ദേഹം പറയും ഇല്ല ഇത്ര സ്റ്റേജ് കഴിഞ്ഞാണ്, ഒന്നും ചെയ്യാൻ വലിയതായിട്ടില്ല, ചെയ്ത് നോക്കാം, നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ, ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചോളൂ. രോഗിയെടുത്ത് കയറിയ നേരെ കൂട്ടാക്കി പറയും ഇത്രയേ ഉള്ളൂ കാര്യം, ഇത് മനസ്സിലാക്കിയില്ലല്ലോ, സാരമില്ല കേട്ടോ മാറിക്കോളും, വേന നമുക്ക് 2 ദിവസം കൊണ്ട് മാറ്റാം, 2 ദിവസം കൊണ്ട് വേന ഉണ്ടാവും, 2 ദിവസം കൊണ്ട് മാറ്റാം, പറഞ്ഞ പോലെ തന്നെ 2 ദിവസം കൊണ്ട് വേന മാറുകയും ചെയ്യും. അത് അവരെ കൊണ്ട് മനസ്സിലേക്ക് ഉൾക്കൊണ്ട് കഴിഞ്ഞാല് അതപ്പോൾ സൈക്കോസോമാറ്റിക് ആയിട്ട് പല രോഗങ്ങളും മാറിപ്പോകുന്നുണ്ട്. ഇപ്പം സൈക്കോളജിക്കൽ അപ്രോച്ച് ഉണ്ടെങ്കിൽ പല രോഗങ്ങളും നമുക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ. കാരണം രോഗി വന്നു കഴിഞ്ഞാൽ അവന്റെ വിചാരം അവൻ രോഗിയായിപ്പോയി ഇനി രക്ഷപ്പെടില്ല എന്നുള്ളതാണ്. മ്യൂട്ടായി പോയി കേട്ടോ, നമ്മൾ രക്ഷപ്പെട്ടു. ഇനിയാ പോയി. ഹലോ കേൾക്കാമോ? ഓക്കെ. ഇപ്പൊ നമ്മളത് പറഞ്ഞ് അത് മനസ്സിലാക്കി അത് ആ രേഖയിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാല് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ക്യാൻസർ രോഗം. ക്യാൻസർ രോഗം എന്ന് പറഞ്ഞാൽ പേടിച്ച് മാറി നിൽക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ ജൂനിയർ ഡോക്ടേഴ്സ് എന്ന കാര്യമായിട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ അടുത്ത് ഒരു 6 മാസം അല്ലെങ്കിൽ 3 മാസത്തെ കോഴ്സിന് പലരും വരുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഞാൻ കൊടുക്കുകയാണ്. പക്ഷെ ഒരു വർഷത്തെ ഒരു പ്രാവശ്യം ഞാൻ 4-5 ആളുകളെ കൂടുതൽ എടുക്കാറില്ല. കാരണം എടുത്താല് അവർക്കും പ്രയോജനപ്പെടില്ല, എനിക്കും പ്രയോജനപ്പെടില്ല. അത് അവർ കേസ് എടുപ്പിക്കുകയും മറ്റു കാര്യങ്ങൾ ചെയ്യും. ലാസ്റ്റ് ചോദിക്കും വാട്ട് യു സ്റ്റഡി ഫ്രോം ഹിയർ, വാട്ട് ഈസ് യുവർ നോളജ് അറ്റൈൻഡ്, വാട്ട് ഈസ് ദ ഒപ്പീനിയൻ അബൌട്ട് ദ ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടേ പോകുള്ളൂ. അപ്പൊ അത് നമ്മള് തലമുറയെ ശരിയാക്കി എടുക്കുകയും വേണം. ഇങ്ങനെയുള്ള IPH പോലെയുള്ള സംഘടനകൾ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഡെയിലി സൂമില് പലരും പറയാൻ കളിയാക്കി അവിടെ എന്താ ഒരു സൂമുണ്ട് 3 മണിക്കൂർ, 7 മണിക്ക് 8 മണിക്ക് 9 മണിക്ക് 3 സൂം വെച്ചിട്ടുണ്ട് ആളെ പറ്റിക്കാൻ വേണ്ടി. സംഗതി ശരിയായിരിക്കാം, പറ്റിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ VH വളരെ കുറവായിരിക്കാം, അതൊക്കെ ശരിയാണ്. പക്ഷെ വരുന്ന ആളുകൾക്ക് അറ്റൻഡ് ചെയ്യുന്ന ആൾക്ക് വളരെ ഗുണം ചെയ്യുന്നുള്ള കാര്യം ഞാൻ പേഴ്സണായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ജയചന്ദ്രൻ ഒന്നും അങ്ങനെ വരില്ല. ജയചന്ദ്രനൊക്കെ വാങ്ങാൻ മടിയന്മാരാ. അയാളെ തെളിവായിട്ട് എന്നെക്കാളും കൂടുതൽ അറ്റൻഡ് ചെയ്യുന്ന ഞാനാണ്. ഇപ്പം എൻ്റെ കോളേജിൽ പഠിച്ച എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചാണ്. അപ്പൊ അവരൊക്കെ വരുന്നതിന് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, എന്തൊക്കെ കഴിയാൻ പറ്റുന്നുണ്ട്, അതിന്റെ പേരിൽ അവർക്ക് പല രോഗികളും സഹായിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവരെ വരുന്നത്. നമ്മുടെ ചികിത്സിക്കുന്ന ഈ രോഗികളെ ചികിത്സിക്കുമ്പോഴേ ചോദ്യോത്തരങ്ങൾ ഇനി ആകാം, കുഴപ്പമില്ല, എന്നെ കൊണ്ട് കഴിയുന്നിടത്തോളം ആൻസർ പറയാം, അത് സത്യസന്ധമായിട്ട് പറയും ചെയ്യും. ഞാൻ ഇറക്കൊന്നുമില്ല, എന്നെ കൊണ്ട് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയും. അത് അപ്പോഴത്തേക്കും സുരേഷ് സാറിന് അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയാൻ നിൽക്കട്ടെ, എല്ലാവരും അതൊക്കെ തന്നെയാണ്. ആരും മിടുക്കന്മാരല്ല, ആരും മോശക്കാരുമല്ല. അതല്ലേ, പല മോശക്കാരനെക്കാളിലാണ് ഒരു നല്ല മിടുക്കൻ ഉണ്ടാകുന്നത്, പല മിടുക്കന്മാരിലാണ് ഒരു മോശക്കാരൻ ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു തിയറി വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇനി ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, സാറ് പറഞ്ഞ പോലെ ചോദ്യങ്ങളാകാം. എല്ലാവരും ചോദിക്കാവോ ഒരു ചോദ്യം? അതായത് സാറെ പലയിടത്തും പല പുസ്തകത്തിനും പറഞ്ഞിട്ടുണ്ട് കാർസിനോസിനെ കുറിച്ച്. ഇതിൻ്റെ അകത്ത് കാർസിനോസിന് കൊടുക്കാവുന്ന ഒരു കൂട്ടരെ അത് വേണേ റെഫറൻസ് പറയാം. അതായത് ഈ SK ദുബെ വാക്കിംഗ്
മെറ്റിയമിഴിക്ക എന്ന് പറയുന്ന ഒരാളായിരുന്നു, മരിച്ചുപോയി. പുള്ളി പറഞ്ഞിരിക്കുന്നത് author has found this remedy unsafe, even harmful in open cases of cancer, but very useful in constitutional disorders like other remedies. വേറൊരു ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ക്യാൻ പ്രിവെന്റ്, ഫാമിലി ഹിസ്റ്ററി ഉള്ളിടത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബോറിക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ കേസസ് ക്യാൻസറിൽ കൊടുക്കാമെന്ന്. സാർ ഇതിൽ ഏതാ സാറിന്റെ അഭിപ്രായം? ഞാൻ സത്യം പറഞ്ഞാൽ ഏറ്റവും കുറവ് ഉപയോഗിക്കുന്ന മരുന്നാണ് കാഴ്ചവത്തിന്. ഏറ്റവും കുറവ് ഞാൻ ഉപയോഗിക്കുന്നതാണ്. ചില സമയത്ത് എനിക്ക് ചില മരുന്നുകൾ പരാജയപ്പെട്ടെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടി ഒരു ഡോസ് മരുന്ന് 1000 കൊടുക്കും. ആ ഒറ്റ ഡോസേ കൊടുക്കാറുള്ളൂ. പിന്നെ റിപ്പീറ്റ് ചെയ്യാറുള്ളൂ. റിപ്പീറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ മറ്റുള്ള മരുന്നുകളെ കൊടുക്കാറുള്ളൂ. ഇപ്പം ഈ റെക്ടൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിശയം തോന്നും ആരോ സോക്കോട്ടിനയുടെ ആക്ഷനെ പറ്റി. വണ്ടർഫുൾ മെഡിസിൻ ആണ്. വണ്ടർഫുൾ മെഡിസിൻ വെച്ചാൽ അതിന്റെ ആക്ഷൻ നമുക്കൊന്ന് അന്തം വിട്ടു പോകും. കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിക്കും എന്താ മാജിക്കാണ് നടക്കുന്നത് സെക്സ്വൽ ക്യാൻസറിന്. അപ്പൊ ആ രീതിയിലുള്ള പല കാര്യങ്ങൾക്കും നമ്മുടെ മരുന്നുകൾ വളർത്തി ഗുണം ചെയ്യുന്നുണ്ട്. കാഴ്ചവശത്തെ പറ്റി പറയുകയാണെങ്കിൽ എന്നെ മോശപ്പെട്ട അഭിപ്രായമില്ല, നല്ല അഭിപ്രായമില്ല. ഞാൻ ഏറ്റവും കുറവ് ഉപയോഗിക്കുന്ന മരുന്ന് അതാണ്. ഓക്കെ സാർ, ഇനി ഞാൻ എല്ലാരും ചോദിക്കട്ടെ, അല്ലെ ഞാൻ എങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. ചോദിക്കാൻ ആളില്ലാതെ വരുമ്പോ എന്നെ വിളിച്ചാ മതി. ഇപ്പൊ ശ്രീധരക്കുറുപ്പ് സാർ ചോദിച്ച പോലെ ഈ ചാറ്റ് ബോക്സിൽ ഇടാതെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ചോദിച്ചാൽ വളരെ നന്നായിരിക്കും. ആ രാജേശ്വരൻ നമ്മുടെ നമ്പർ വെച്ചോടാം. ആ നമുക്ക് പെട്ടെന്ന് കാണുകയും ചെയ്യാം, ഓരോരുത്തർ സംശയം ചർച്ച നിൽക്കുകയും ചെയ്യും. നമസ്കാരം സാർ, ഞാൻ രാജേശ്വരിയാണേ. സാർ, കാൽക്കേരിയ കാർബ് 30 ഏത് ക്യാൻസറിനും ഏത് സ്റ്റേജിൽ, അതായത് അഡ്വാൻസ്ഡ് സ്റ്റേജിൽ ലിമിറ്റ് ഇല്ല. ഏത് ക്യാൻസറിനും പെയിൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കാൽക്കേരിയ കാർബ് അത്യുത്തമമാണ്. ഏത് ലാസ്റ്റ് അഡ്വാൻസ്ഡ് സ്റ്റേജിലും കൊടുക്കാം. ക്യാൻസർ ആണെങ്കിലും പെയിൻ ക്യാൻസർ അഡ്വാൻസ് സ്റ്റേജിലും കൊടുക്കും. പെയിൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അഡ്വാൻസ് സ്റ്റേജാണ് വരുന്നത്. നമ്മൾ വരുന്ന അഡ്വാൻസ് സ്റ്റേജിലേ വരുന്നുള്ളൂ. അപ്പൊ ആ സ്റ്റേജിൽ നമ്മൾ കൊടുക്കുമ്പോൾ കാൽക്കേരിയ 30 അത് 1/20 1/15 ഡോസും ആക്കണത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പൊടിയായിട്ട് കൊടുക്കാറുള്ളൂ. ഒരു ഡ്രോപ്പ് ഇട്ട് 20 ഡോസ് ആക്കും. അതാണ് 1 മണിക്കൂർ കൊടുക്കുന്നത്. അതല്ലെങ്കിൽ അക്വയില് ഒരു 3-4 തുള്ളി ഇട്ടിട്ട് അതിന് 5 തുള്ളി വെച്ച് കൊടുക്കാൻ വേണ്ടി പറയും. അത് പേഷ്യന്റ് അപ്പോഴത്തെ സൗകര്യപ്രകാരം ചെയ്യും. സാറിന്റെ എക്സ്പീരിയൻസിൽ എത്ര ദിവസം കൊണ്ട് ആ പെയിൻ കൺട്രോൾ ആയിട്ടുണ്ട്? 24 hours കൊണ്ട് ആകെ കേസുണ്ട്. മാക്സിമം 3 ദിവസം. ഓക്കെ. സാർ, ഒരു സംശയം കൂടി, അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്കറിയില്ല. സ്റ്റിൽ CA കേസുകൾ കൂടുന്നത് നമ്മൾ മെറ്റാസ്റ്റാസിസ് വരുന്ന കേസുകളിലാണല്ലോ സാർ. മെറ്റാസ്റ്റാസിസ് ഉണ്ടെങ്കിലാണ്. അതെ. അപ്പൊ സാർ അങ്ങനെ ഒരു ചോദ്യം ശരിയാണോ എന്ന് എനിക്കറിയില്ല. സ്റ്റിൽ എന്തെങ്കിലും അതിന് ഇപ്പൊ സാറ് കാൽക്കേരിയ കാർബ് പെയിനിന് കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ CA വരുന്ന ആ ടെൻഡൻസി കൂടുതലുള്ള കേസുകളിൽ എന്തെങ്കിലും മെഡിസിൻസ് സ്പെസിഫിക് അതർ ദാൻ ദിസ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ? മെഡിസിൻ ലേഡീസ് ആണ് കൂടുതൽ വരുന്നത്. മെഡോറൈനുമാണ്. മെഡോറൈനും വരും. അങ്ങനെയുള്ള ക്യാൻസർ പേഷ്യന്റ് ഫാമിലി ആയിട്ട് കൂടുതൽ വരികയാണെങ്കിൽ. മെയിൻ വരികയാണെങ്കിൽ ടോബോക്കോളും. മെഡോറിനം സാർ ഏത് പൊട്ടൻസി? 1000. ഹയർ പൊട്ടൻസി കൊടുക്കുന്നതിന് കുഴപ്പമില്ലേ സാർ? ഹൈപ്പോട്ടൻസിയാണ്. അഡ്വാൻസ് നോക്കിയിട്ട് കാര്യമില്ല. ജെൻസിലാണെങ്കിൽ ട്യൂബർക്കുലിനോ അല്ലേ സാർ? ഫീമെയിലാണെങ്കിൽ മെഡോറൈൻ. യൂഫോർബിനം സാറിന് നല്ല എഫക്റ്റീവായിട്ട് തോന്നാറുണ്ടോ? സാറിന്റെ ഇപ്പം എക്സ്പെൻസിന് യൂഫോർബിയം തോന്നിയിട്ടുണ്ട്. ഈവൻ നമ്മൾ കലോണ്ടറിലല്ലേ, കലോണ്ടർ വാണ്ടഡ്, അത് വണ്ടർഫുൾ. അതൊക്കെ കൊടുത്തിട്ടും ഏറ്റവും കൂടുതൽ ഉപയുക്തമായി കണ്ടത് കാൽക്കേരിയ കാർബാണ്. ഇപ്പം കൂടുതലും കൊടുക്കുന്നത് കാൽക്കേരിയ കാർബാണ്. ചിലപ്പോൾ കാൽക്കേരിയ കാർബ് അപ്പൊ നമ്മള് യൂഫോർബിയോ കലോണ്ടറിലോ കൊടുക്കും.
ആ ശരി. ഓക്കെ രാജേശ്വരി ഡോക്ടറെ, അടുത്ത സംശയം ചോദിക്കാനായി എത്തുന്നത് നമ്മുടെ അറിയാമ്മ ഡോക്ടറാണ്. അറിയാമ്മ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. നമസ്കാരം സാറേ. ആ. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് രാജേശ്വരി ഡോക്ടർ ചോദിച്ചു. എനിക്ക് അറിയേണ്ടത് അതായിരുന്നു. 25 ml സാറ് പറഞ്ഞത് 4-5 തുള്ളി ഇട്ടിട്ട് 5 തുള്ളി വീതം എത്ര 2 മണിക്കൂർ ഇടവിട്ടാണോ കൊടുക്കുന്നത്? ആദ്യം 1 മണിക്കൂർ. 1 1 മണിക്കൂർ. മണിക്കൂർ പഴയ പോലത്തെ പെയിൻ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ 3 മണിക്കൂർ ആക്കാം. മാക്സിമം 2-3 ദിവസം കഴിഞ്ഞാൽ പെയിൻ കംപ്ലീറ്റ് ആയിട്ട് മാറും. പിന്നെ ഞാൻ വേറൊരു സംശയം ചോദിക്കാനിരുന്നതും ഇതല്ലാതെ സാർ കൊടുക്കുന്ന പെയിന് കൊടുക്കുന്ന മരുന്നുകളായിരുന്നു. അതിപ്പോ സാർ പറഞ്ഞു ലെൻഡില 200 ആണോ? ഇപ്പൊ ഹൈപ്പറിക്ക കൊടുക്കാറുണ്ട് ഞാൻ ചില കണ്ടിട്ടുണ്ട്. നെർവിന്റെ കണ്ടിട്ടുണ്ട്, ബ്രെയിനിന്റെ ട്യൂമറൊക്കെ ആണെങ്കിൽ മറ്റേ വല്ല ആക്ട് ചെയ്യില്ലെങ്കിൽ ഹൈപ്പറിക്ക കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പൊ നമ്മുടെ മാസ്റ്റേഴ്സ് കൊടുക്കുന്ന മരുന്നാണ് കേട്ടോ. ഡോക്ടർ ആർ പി പടിയിലെ കൊടുത്തോണ്ടുള്ള മരുന്നാണ് ഹിപ്പോബിയം. ടിഞ്ചർ അല്ലേ? 3x ആണ് നല്ലത്. ഹൈപ്പറിക്കോ? ഹൈപ്പറിക്കൻ 200. അതൊക്കെ ഇതുപോലെ നമ്മള് വാട്ടർ ഡോസ് ആയിട്ടാണോ കൊടുക്കുന്നത്? വാട്ടർ ഡോസാണ് നല്ലത്. അല്ലെങ്കിൽ പിൽസിന് വലിയ ആക്ഷൻ ഉണ്ടാവില്ല കേട്ടോ. അല്ലെ പൊടിയായിട്ട് കൊടുക്കണം. ഇത് കൂടാതെ വേറെ മെഡിസിൻസ് കൊടുക്കുമോ പെയിന്? കലൻഡുല, യൂഫോബിനം, ഹൈപ്പറിക്കം, കാൽക്കറ്റിക്കാബ് 30. അതെ, ഇതാണ് കൂടുതൽ കൊടുക്കാൻ കൂടുതൽ. അത്രയും പിന്നെ മാത്രം. കോൺഷ്യസ് വന്നു കഴിഞ്ഞാല് ഇതൊന്നും നോക്കാറില്ല, ഇൻഡിക്കേറ്റർ മരുന്ന് കൊടുത്താൽ ആ മരുന്ന് കൊണ്ട് മാറാറുണ്ട്. പിന്നെ സാറ് റെക്ടൽ ക്യാൻസറിന് ആലോസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഏത് പൊട്ടൻസിയാണ്? 30 സ്റ്റാർട്ട് ചെയ്യാവും. 30 സ്റ്റാർട്ട് ചെയ്ത് 200 അത് കുറച്ച് ടൈം എടുക്കും. 30 എന്ന കുറച്ച് നാൾ കൊടുത്തു വെച്ച് 200 ആക്കുക. 200 ഡോസ് കുറയ്ക്കുക. 1000 ആക്കുമ്പോൾ 1 in 7 days ആക്കുക. 10 ആകുമ്പോഴേക്ക് 1 in 20 days ആക്കുക. അങ്ങനെ വിട്ടുകൊണ്ടു. താങ്ക് യു സാർ. ഓക്കെ മറിയമ്മ ഡോക്ടറെ, അടുത്തത് ലത മനോഹരൻ ഡോക്ടറാണ്. ഡോക്ടറെ സംസാരിച്ചു. ആരാണ്? ലത മനോഹരൻ ഡോക്ടർ. കാണുന്നില്ല. എന്ത് ക്യാമറയുടെ കുഴപ്പമാണോ ടെലിഫോണിന്റെ കുഴപ്പമാണോന്ന് അറിയില്ല. ഈ ചോദ്യകർത്താവിനൊന്നും ഞാൻ കാണുന്നില്ല. കൈ മാത്രമേ കാണുന്നുള്ളൂ സാറേ. ഞങ്ങൾ സാറേ അത് ഫോണിലായതുകൊണ്ടാ സാറേ കാണാൻ പറ്റാത്തത്. സാർ ഒരു സൈഡിലോട്ട് ഇങ്ങനെ തട്ടുകയാണെങ്കിൽ സാറിന് ഞാൻ എല്ലാപ്പോഴും ഫോണിലാണ് കയറുന്നത്. സാറേ ഒരു അനൗൺസ്മെന്റ്, ഇതിനകത്ത് ഒരു സൂം യൂസർ എന്നും പറഞ്ഞൊന്ന് കാണുന്നുണ്ട്. പേര് അടിച്ചിട്ടില്ല. അത് ആരാണെന്നൊന്ന് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. അതല്ലെങ്കിൽ ഇപ്പൊ റിമൂവ് ചെയ്യേണ്ടി വരും. ഞാൻ അഡ്മിറ്റ് ചെയ്യാനുള്ള അവസരം തരികയാണ്. സൂം യൂസർ ആരാണ്? പേര് പറയാമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അതല്ലെങ്കിൽ വീഡിയോ ഓണാക്കിയാൽ കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ റിമൂവ് ചെയ്യേണ്ടി വരും. കാരണം നമ്മള് കേൾക്കേണ്ട കാര്യമില്ലല്ലോ. അറിവ് സമ്പാദിക്കാൻ പറ്റുന്നേ. എന്തിനാ വെറുതെ മോശപ്പണികൾ ചെയ്യുന്നത്? അപ്പൊ അതിനകത്ത് ഒരു ചതിവ് പ്രയോഗം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണ്ടേ? ഗാലക്സി M21 അതാരാണ്? വീഡിയോ ഓണാക്കുകയാണെങ്കിൽ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യാം. അതെ, അതൊരു ഇത്തിരി പ്രായമുള്ള ഒരു ഡോക്ടർ പലപ്പോഴും കയറാറുണ്ട്. പണ്ടേ ഉള്ളതാണ്. ഡോക്ടറെ അറിയാവുന്നതാണല്ലോ. ഒരു ദിവസം ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്താണ് ഇതുപോലെ പേര് എഴുതുന്നതൊക്കെ. പക്ഷെ അതൊക്കെ അത്ര അറിയാത്തോണ്ടേ. ശരി, ഓക്കെ. മറ്റേ യൂസറും മറ്റേ എന്തോ വേറെ ഒരെണ്ണം 90 ലൈറ്റും ഉണ്ടല്ലേ, അതൊക്കെ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. റിമൂവ് ചെയ്യുന്നവരെ പിന്നെ ഇന്ന് കേറാൻ പറ്റാതെ വരും. അത് നേരത്തെ പറഞ്ഞതല്ലേ ഡോക്ടർ, അങ്ങ് റിമൂവ് ചെയ്തേരെ. നാളെ ആ പേരൊക്കെ ആഡ് ചെയ്തവര് കയറട്ടെ. ഒന്നാമത് ഞാനാണ് ഹോസ്റ്റ്, എനിക്ക് തലവേദന ഉണ്ടാക്കല്ലേ. ലതാ മനോഹരൻ ഡോക്ടർ സംസാരിച്ചോളൂ, സമയം കളയണം. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ലതാ മനോഹരൻ. ഡോക്ടറെ നമസ്കാരം. മൾട്ടിപ്പിൾ മൈലോമ ട്രീറ്റ്മെന്റ് ആണ് എനിക്ക്. അതിന്റെ മെഡിസിനും ഒക്കെയാണെന്ന് വേണ്ടത്. മൾട്ടിപ്പിൾ മൈലോമ. ഡോക്ടറെ ഇപ്പൊ ചികിത്സിക്കാൻ പാട്
ഇപ്പൊ ഒരു കേസേ ഉള്ളൂ. ഇപ്പൊ ഒരു കേസേ ഉള്ളൂ. ആ മൾട്ടിപ്പിൾ മൈലോമയ്ക്കും വരുന്നത് പെയിന്റെ ഈ രീതിയിലാണ് പെയിൻ കൺട്രോൾ ചെയ്യേണ്ടത് കേട്ടോ. ഈ രീതിയിലാണ് പെയിൻ കൺട്രോൾ. കോൺസ്റ്റന്റ് വരുന്ന മരുന്നുകൾ ലൈക്കോപ്പൊഡിയും വരാറുണ്ട്, അംബ്രോട്രാനും വരാറുണ്ട്, ഡോക്ടർ. മെഡോറിന്, ട്യൂബോക്കറിന്, അങ്ങനെ മാത്തമാറ്റിക് വന്നാണ് വരുന്നത്. പക്ഷെ പെയിൻ കില്ല് ചെയ്യാൻ വേണ്ടി കൽക്കരി കാർബാണ് അതിന്റെ ഏറ്റവും നല്ലത്. ഓ ശരി എന്ന് പറയുമ്പോഴേ ചിലപ്പോഴ് കറണ്ടിലേക്ക് കൂടുതൽ ചാൻസ് വരും. അത് നോക്കിട്ട് ഇപ്പൊ കൽക്കരി കാർബൺ കൊടുത്തിട്ട് കുറവില്ലെങ്കിൽ മാത്രമേ കൊടുക്കാവൂ. ഒരു ദിവസം നോക്കിയിട്ട് കുറവില്ല കളയരുത്, അത് ഒരു ദിവസം കംപ്ലീറ്റ് നോക്കും കേട്ടോ. ശരി ഡോക്ടറെ. പിന്നെ ഒരു കേസും കൂടെ പറയണം ഡോക്ടറെ. ഒരു കേസും കൂടെ കുറവുണ്ട് അല്ലെങ്കിൽ കുഴപ്പമില്ലാതെ പറയും, അപ്പോഴത്തേക്ക് ചേഞ്ച് ചെയ്യാം. ശരി ഡോക്ടറെ. ശരി ഡോക്ടറെ. ഒരു കേസും കൂടെ ഉണ്ട്. ഇൻഡസ്ട്രിയിലെ ഒരു പിന്നെ കേസാണ്. പിന്നെ അതൊന്ന് പറഞ്ഞു തരണം. ഇൻഡസ്ട്രിയൽ ക്യാൻസർ. ഇൻഡസ്ട്രിയൽ ക്യാൻസർ അത് പാർട്ടുണ്ടോ? ട്രാൻസ്ഫർ പാർട്ടുണ്ടോ? അതോ മോഡേൺ ആണോ? ഞാൻ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ പറയാം സാറേ. ഇപ്പൊ പറയാം. അത് പാർട്ടുണ്ട്, ഞാൻ അതിന്റെ ഓർമ്മയിലോട്ട് വരുന്നില്ല, അതുകൊണ്ടാണ്. ഒരു മിനിറ്റ്. സോറി. ഇപ്പൊ പറയാം. പൈലോറസിലാണ് ഡോക്ടറെ. പൈലോറസിലാണ്. പൈലോറസ് ക്യാൻസർ ആണോ അല്ലേ? അത് അവിടെ വരുന്ന കൂടുതൽ വരുന്ന അലോ തോക്കുണ്ടെങ്കിൽ ചാൻസ് ഉണ്ട്. അലോ തോക്കിന് അതിന്റെ ഡിസ്ചാർജ് എങ്ങനെ വരുന്നത്? അതിന്റെ ഡിസ്ചാർജ് എങ്ങനെയാ? ഡിസ്ചാർജ് ഒന്നുമില്ല. വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ട്. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം വോമിറ്റ് ചെയ്യുകയാണ്. ഈ നോൺ വെജ് കഴിക്കുന്ന ആളാണ്. അപ്പം നോൺ വെജ് ചെന്നാൽ പിറ്റേ ദിവസം ഭയങ്കരമായിട്ട് അന്നേരം തൊട്ട് ഓക്കാനം തുടങ്ങി. പിന്നെ അത് മുഴുവൻ ഛർദ്ദിച്ച് കളഞ്ഞാലേ ആശ്വാസം വരത്തുള്ളൂ. ഇപ്പൊ ലിക്വിഡ് ഫുഡ് മാത്രമാണ് അത് കാരണം കഴിക്കുന്നത്. ആദ്യം പറയേണ്ടത് നോൺ ഫുഡ് കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറയാം. അപ്പൊ അവിടെ കൂടുതൽ വരുന്ന ആണ് കേട്ടോ. അതാണ് ഇവിടെ വരുന്ന സിംറ്റം. പക്ഷെ അയാള് യാതൊരു കാരണവശാലും മാംസാഹാരം കഴിക്കാൻ പാടില്ല കുറച്ച് നാളത്തേക്ക്. അത് റിക്കവറി മാറ്റി വെക്കാൻ പറയാം കേട്ടോ. ഡോക്ടർ. ഓക്കെ ഡോക്ടറെ. താങ്ക് യു. അടുത്തത് സലീം കുമാർ ഡോക്ടറാണ് ചോദ്യം ചോദിക്കാനായിട്ട് റെഡി ആയിരിക്കുന്നത്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തേ. സലീം കുമാർ ഡോക്ടറെ. ഞാൻ ഫേസ് കാണിക്കാതെ ക്ഷമിക്കണം, വേറെ സ്ഥലത്ത് നിൽക്കാം. സാറേ ഒരു സിമ്പിൾ ചോദ്യം. സാർ ഇപ്പൊ ഈ 4 ഡ്രോപ്സ് വെച്ചിട്ട് ഒരു ബോട്ടിൽ വെള്ളത്തിൽ കൊടുക്കാന്നൊക്കെ പറഞ്ഞല്ലോ, അത് നമ്മളത് എത്ര ദിവസം വരെ അതിനെ സൂക്ഷിക്കാൻ പറ്റുമോ സാറേ? അല്ലാതെ അത് പെയിന് വേണ്ടി 2-3 ദിവസം കൊണ്ട് പെയിൻ മാറുമല്ലോ. പിന്നെ കൂടുതൽ സൂക്ഷിക്കേണ്ട അത് 25 ml എടുത്താല് 2 ദിവസം കൊണ്ട് തീരും. 1 hour 5 ഡ്രോപ്സ് 2 ദിവസം കൊണ്ട് തീരും. അതല്ല, അങ്ങനെ ഇപ്പൊ നമ്മൾ ദൂരേക്കുള്ള പേഷ്യന്റിനൊക്കെ ഇതൊക്കെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ പ്രശ്നം കൊണ്ടേ ചോദിച്ചത്. അപ്പൊ ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കാൻ പാടില്ല, അതാ ചോദിച്ചല്ലേ? 3 ദിവസം മാക്സിമം. ഓക്കെ. സാറേ വേറെ കാര്യം കൂടി പറഞ്ഞോട്ടെ. അതായത് ഇപ്പൊ ഇവിടെ ക്യാൻസറിന്റെ പല ക്ലാസ്സുകളൊക്കെ നമ്മൾ കേട്ടതാണ്, സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ സത്യം പറഞ്ഞ സാറ് ഇപ്പൊ ഈ വിഷയം വന്നപ്പോ ഇതെന്താ ഐസ്ക്രീം കഴിക്കണ പോലെ ഒരു കാര്യം ഉള്ളെന്ന് തോന്നല് ആദ്യമായിട്ടൊന്നും. ഇത്ര ദിവസമൊക്കെ എനിക്ക് ക്യാൻസർ എന്ന് കേൾക്കുമ്പോ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴും പേടിയാ തോന്നിയിരുന്നത്. ഏതായാലും അത് പെട്ടെന്ന് സാറ് എങ്ങനെ വന്നപ്പോ പോയി ഉള്ള കാര്യം പറയാം. അപ്പൊ അതിന് പ്രത്യേകിച്ചൊരു നന്ദി സാറിനോട് കേട്ടോ, എല്ലാവർക്കും വേണ്ടിയിട്ട്. ഓക്കെ സാർ, വളരെ സിമ്പിൾ ആയിട്ടാണ് സാറ് ഇത് ചെയ്യുന്നത്. ഓക്കെ. ഞാൻ തുടക്കത്തിൽ ക്യാൻസർ ചികിത്സ മണ്ണഞ്ചേരി 10 മാസം ചികിത്സയുള്ളൂ. അപ്പൊ ഞാൻ ഗവൺമെന്റ് ജോലി കിട്ടി. മണ്ണഞ്ചേരി 10 മാസം ചികിത്സപ്പെട്ടു. ഞാൻ 10 പേരുടെ ക്യാൻസർ പേഷ്യന്റ് ചികിത്സ ചെയ്തു. ലങ് ക്യാൻസർ, ഇൻറ്റസ്റ്റൈനൽ ക്യാൻസർ, റെക്ടൽ ക്യാൻസർ, ട്യൂമർ വരുന്നു. ലിവർ ക്യാൻസർ ചോദിച്ച് ഞാൻ മരുന്ന് കൊടുത്ത് കംപ്ലീറ്റ് അസുഖം മാറി. ഇവര് പളനി പോയി അവിടുത്തെ
പായസം കഴിച്ചവര്. അത് ഒരു ടിൻ എനിക്ക് ഞാൻ എന്റെ ഫ്രണ്ട്സൊക്കെ ഉള്ള സമയത്തുണ്ട്, ഞായറാഴ്ച ആയിരുന്നു, എല്ലാവർക്കും എടുത്ത് കയ്യിലിട്ട് വിട്ടു. ഞാൻ ഒന്ന് നക്കുകയും ചെയ്തു. ഞാൻ ഇത് മകള് കഴിച്ചു. അത് കഴിച്ചു. എന്നാ പിന്നെ ഇനി സൂക്ഷിക്കണം കേട്ടോ, അല്ല ഇനി ആക്ട് ചെയ്യാൻ പ്രയാസമാണ്. അറിയോ പച്ച ഉണ്ടാക്കിയിരിക്കുന്ന അത് പളനിയില് അവിടെ നിന്ന് കൊടുത്തതാ. അപ്പൊ ചില നമ്മൾ നേരത്തെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ വിശ്വാസം ആണ് അതൊക്കെ കൊടുത്തോളൂ, കുഴപ്പമില്ല. നമ്മുടെ മരുന്ന് കൊടുക്കുമ്പോ ഇങ്ങനെയുള്ള ഗർഭം ചെയ്യുന്ന മരുന്ന് കൊടുക്കരുത്. ഇപ്പോഴത്തെ ആക്ഷൻ പെട്ടെന്ന് പോയി, ഇപ്പൊ അത് പോയി. പിന്നെ ആ കുട്ടി ഭയങ്കരമായിട്ട് മാവോരം വന്നു, അത്ലറ്റിക്സ് ഭയങ്കര ഉണ്ടാക്കിയതാ. അത്തരം പേഷ്യന്റിനോട് പറയുമ്പോ ഒരു കാര്യം എടുത്ത് പറഞ്ഞാൽ അമ്പലത്തിൽ പോലും പോകരുത് പറയണം സാറേ. വേറെ ഒന്നും കൊണ്ടല്ല, അമ്പലത്തില് ഈ കർപ്പൂരത്തിലെ ധൂമം ശ്വസിക്കണ ഇതുണ്ടേ അമ്പലങ്ങളില് പലയിടത്തും കർപ്പൂര ധൂമം കൊണ്ടുവരും. അപ്പൊ അത് ശ്വസിച്ചതിന്റെ പേര് ചിലപ്പോൾ ആക്ഷൻ പോയെന്ന് വരും. അപ്പൊ അതുകൊണ്ട് പറയുമ്പോ അതൊക്കെ എഴുതുമല്ല, ക്ഷേത്രത്തിൽ പോയാലും ഇങ്ങനെ പ്രശ്നമുണ്ട്. ആള് വരും. അങ്ങനെയുണ്ട്, അങ്ങനെ ഒരു കാര്യം അത് പറഞ്ഞു മനസ്സിലാക്കണം. ലഡുവില് പച്ചക്കർപ്പൂരം. സലീംകുമാർ ഡോക്ടർ അനിൽകുമാറാണ്. ഡോക്ടർ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞില്ലേ, വെള്ളത്തിന് കൊടുക്കുമ്പോ എത്ര ദിവസം കൊടുക്കാന്ന്. നമ്മളിപ്പോ ഒരു മെർസോൾ ആണ് എടുക്കണമെന്ന് വിചാരിക്കാം, 0.2 3 എടുക്കുന്ന വിചാരിക്കാം, ഒരു 3-4 പെല്ലറ്റ് ഇടുന്നു. നിങ്ങൾ കുറച്ച് സ്പിരിറ്റും കൂടെ ആഡ് ചെയ്താൽ 1 മാസമൊക്കെ സുഖമായിട്ട് കൊടുക്കാം, കുഴപ്പമൊന്നും. കുറച്ചും കൂടി എന്ന് പറഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി അതാ ചോദിച്ചാ. ഇപ്പൊ 25 മിനിറ്റ്, അതായത് നമ്മളിപ്പോ ഒരു 3 പെല്ലറ്റ് മെർസോൾ എടുക്കണമെന്ന് വിചാരിക്കാം, ഒരു 10 ഡ്രോപ്പ് സ്പിരിറ്റ് ആഡ് ചെയ്യുന്നു, ഒരു 15 ml ബോട്ടിൽ, ബാക്കി അക്വ ആഡ് ചെയ്യുന്നു. ഞാൻ 1 മാസം കൊടുക്കാറുണ്ട്, ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് കൊടുക്കാം. ലോകത്ത് പല സ്ഥലത്ത് കൊടുത്തു വിടാറുണ്ട്. ഓക്കെ സാർ, ഓക്കെ സാർ, താങ്ക് യു. വിലപ്പെട്ട ഞാനും അങ്ങനെ കൊടുക്കണ്ട, ഒരു പുളിച്ച മണമൊക്കെ തോന്നുമ്പോ. ഇല്ല, അത് നിങ്ങൾ സ്പിരിറ്റ് കുറഞ്ഞോണ്ടാണ്. സ്പിരിറ്റ് ഒരു 10-12 ഡ്രോപ്പ് എടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. ഓക്കെ സാർ, ഓക്കെ. ബാക്കി 2-3 പെല്ലറ്റ് എടുത്തിട്ട് കൊടുക്കുമ്പോ മിനിമം ഡോസ് കീപ്പ് ചെയ്യാനും പറ്റും, റിസൾട്ടും കൂടുതൽ. ഓക്കെ സാർ, ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ സലീം കുമാർ. ഡോക്ടറെ അടുത്തത് ശ്രീധരക്കുറുപ്പ് സാറാണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. സാറേ സംസാരിച്ചോളൂ. സാറേ, ഞാൻ ആദ്യം ചോദിക്കാൻ വേറെയുള്ളവരൊക്കെ ചോദിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടങ്ങിയിരിക്കുക. എനിക്ക് 1-2 ചോദ്യമുണ്ട്. ഒന്ന്, പല അടുത്തും പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, സിറിനം തുടക്കത്തിലെ മഡോറിനോ, സിറിനോ, ട്യൂബർക്കിളിനോ, സോറിനോ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക, അതുപോലെ ഒരു ഇന്റർ കറന്റ് ആയിട്ട് സിറിനം യൂസ് ചെയ്യാം എന്ന് പറയുന്നു. ഞാൻ കൊടുക്കാറുമുണ്ട്, പക്ഷെ റിസൾട്ട് കിട്ടുന്നുണ്ട്. സാറിന്റെ അഭിപ്രായം ഒന്ന് അറിഞ്ഞാൽ. കൊടുക്കാൻ കുഴപ്പമില്ല, ഫസ്റ്റിലെ കയറി കൊടുക്കരുത്. ആദ്യത്തെ പോർഷനുകൾ കൊടുക്കരുത്. അതിനകത്ത് കൺട്രോൾ വന്നേ പിന്നെ അത് ചിലർക്ക് 2 ആഴ്ച കൊണ്ട് കൺട്രോൾ ആകുകയാണെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് കൊടുക്കാം. ട്യൂബർ കൊടുക്കാം, മെഡോറിന് കൊടുക്കാം, സോറിന് കൊടുക്കാം. ഇതൊക്കെ നല്ല വണ്ടർഫുൾ മെഡിസിൻ ആണ് എല്ലാത്തിനും. കൊടുക്കരുത്. പിന്നെ വേറെ ഒരെണ്ണം സിഫിലിനും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, നല്ല റിസൾട്ട് ഉണ്ട്. സിഫിലിൻ നല്ലതല്ല, കാരണം സിഫിലിൻ ആക്ഷൻ എന്താണ്? റിസ്റ്റോറേഷൻ ഓഫ് ദ ഹോൾ ബോഡി എന്നാണ്, ഹോൾ കണ്ടന്റ് റിസ്റ്റോറേഷൻ ആണ്. ക്യാൻസർ നശീകരണമാണല്ലോ. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഭക്ഷണ ക്രമീകരണം, പഥ്യത്തിലുള്ള പ്രാധാന്യം ക്യാൻസർ എന്തൊക്കെയാണ് സാറിന്റെ അഭിപ്രായം? ഞാൻ കഴിയുന്നത് കൊണ്ട് പറയാൻ കൂടുതൽ പറയാറെങ്കിലും മത്സ്യത്തില് 2-3 മത്സ്യങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറയും. അയില, ചെമ്മീൻ, അല്ലേ, കൂന്തല്, അതൊക്കെ ബുദ്ധിമുട്ടാകുന്നു. പിന്നെ മാംസത്തില് ആടും കറിയാണെങ്കിൽ ആട്ടിന്റെ മാംസമാണെങ്കിൽ കുറച്ച് കൊടുക്കാൻ പറയും. കോഴിയും കാളയും പുറത്തൊന്നും കൊടുക്കണ്ടെന്ന് പറയും. കഴിയുന്നിടത്തോളം നോൺ വെജ് കഴിക്കുന്നതാണ് നല്ലത് ക്യാൻസർ ട്രീറ്റ്മെന്റ് സമയത്ത്. ഇപ്പൊ ചില ആൾക്ക് നോൺ വെജ് വേണം, അതൊരു സിംറ്റം ഉണ്ടല്ലോ. സാറേ, അതുപോലെ ക്യാൻസർ ഇതിന് ഇത് പറഞ്ഞിരിക്കുന്നു, ഈ ലെമൺ ജ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ക്യാൻസറിന്റെ വേദന കുറയുന്നു. ഞാൻ വേറെ നമ്മുടെ മെഡിസിൻ കൊടുത്തിട്ട് കുറയാത്തോടത്ത് കൊടുത്തിട്ട് നല്ല എഫക്ട് കിട്ടിയിട്ടുണ്ട്. ലെമൺ ജ്യൂസ് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. പേഷ്യൻസിന്
നമ്മൾ മരുന്ന് അയച്ചു കൊടുക്കാൻ താമസമാണല്ലോ അവിടം വരെ ചെല്ലാൻ. അന്നേരം രാത്രി ഒരു ദിവസം കൂടുതലാണെന്ന്. അന്നേരം ഞാനൊരു ആയുർവേദ ബുക്ക് റെഫർ ചെയ്തപ്പം ഈ ലെമൺ ജ്യൂസ് കൊടുത്താൽ നല്ല കുറവ് ഇമ്മീഡിയറ്റ് കിട്ടുമെന്ന് കണ്ട് കൊടുത്ത് കുറവ് കിട്ടി. അത് പിന്നെ ഞാൻ കൊടുക്കാറുണ്ട്. നമ്മുടെ മെഡിസിൻ കൊടുത്തിട്ട് കുറവില്ല. പറഞ്ഞതേ ഉള്ളൂ, വേറുള്ളവരുടെ അറിവിലേക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ നമ്മള് ചെയ്യുമ്പോഴേ ഒന്നോട്ട് കൊടുത്താൽ ഒന്നുകൊണ്ട് കിട്ടണമല്ലോ, അല്ല ചുമ്മാ കൊടുക്കുക കിട്ടുക എന്നുള്ളതാണ് ഇതുള്ളത്. പിന്നെ റെഡ് കോട്ട് പെപ്പർ, ഈ കുരുമുളക് പച്ചക്ക് തിന്നുന്ന നല്ലതാണെന്ന് പച്ചക്ക് മരത്തിൽ നിന്ന് പറിച്ച് 2-3 കുരുമുളക് വായിക്കാൻ വേണ്ടി പറയും. വിറ്റമിൻ സി അതിൻ്റെ അകത്ത് കൂടുതലുണ്ടെന്ന്. എല്ലാവരും പറയുന്നത് ശരിയാവില്ലാത്തതുകൊണ്ട് പറയാറില്ല. ക്യാൻസർ വന്നിട്ടാണോ വരാതിരിക്കാനാണോ? വന്നു കഴിഞ്ഞിട്ടും കൊടുക്കാം, വരാതിരിക്കാൻ വേണ്ടിയും കൊടുക്കാം. ഗാർലിക്, അതായത് നമ്മുടെ വെളുത്തുള്ളി, അതിൻ്റെ അകത്ത് ഫിനോളിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിൻ്റെ അകത്ത് ഫ്രീ റാഡിക്കൽസ് കൂടുതലാണ്. ഇന്റർഫിയർ ചെയ്യും, ക്യാൻസർ ഡെവലപ്മെന്റിനെ ഇന്റർഫിയർ ചെയ്യും. യുനാനികൾ പറയുന്നുണ്ട് കേട്ടോ, യുനാനിയുടെ പുസ്തകങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെയാണ് കൂടുതൽ പറയാനുള്ളത്. ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. പിന്നെ വേറൊന്നും ഉണ്ട്. പറഞ്ഞു, ഇനി സമയം കുറവാണ് നമുക്ക്. ഇനി ഈ ക്യാൻസർ രോഗികളിൽ പലപ്പോഴും വിശപ്പില്ലാതെ അവസ്ഥ വരികയാണെങ്കിൽ ഓറം ആഴ്സനിക് ഒരു നല്ല മെഡിസിനാണ്. ഓറം ആഴ്സ് അത് വിശപ്പ് കൂടുതലുണ്ടാക്കും, പ്രത്യേകിച്ച് ഈ അബ്ഡോമിനൽ ക്യാൻസറിനോ. വിശപ്പില്ലാത്തവർക്ക് വിശപ്പ് ഉണ്ടാക്കാനാണോ, വിശപ്പ് കൺട്രോൾ ചെയ്യാനാണല്ലേ കൊടുക്കുന്നത്? പോസിറ്റീവ് അല്ലേ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ 6 മാസത്തിനുണ്ട്. ലൈക്കോപ്പഡിനുണ്ട് കാഴ്ച കേട്ടോ. അതെനിക്കറിയത്തില്ല. വിശപ്പുണ്ടാവും. ലോത്തിങ് ഓഫ് സാറിന്റെ സൗണ്ട് ഇടയ്ക്ക് എനിക്ക് മുറിഞ്ഞാണ് കേൾക്കുന്നത്. എന്താ റേഞ്ച് പ്രശ്നമുണ്ട്? ഞാൻ വേറെ പറയാനുണ്ട് കുറെയൊക്കെ ഉണ്ട്. അല്ല സാറേ, കുറുപ്പ് സാറേ, ജയചന്ദ്രൻ ഡോക്ടർ. അതെ, ഞാനിവിടെ നിർത്തുക. ഇനി വേറെ എന്തെങ്കിലും സൗകര്യം കിട്ടുകയാണെങ്കിൽ അന്നേരം വേണേ പറയാം. ഓക്കെ, ജയചന്ദ്രൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, ഇല്ലെങ്കിലും കേട്ടെന്ന് പറയും ഞാൻ. സുഹൃത്തെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. ഒത്തിരി നാളായത്. തിരുവനന്തപുരമൊക്കെ മറന്നോ? തിരുവനന്തപുരമൊക്കെ മറന്നോ? ഇങ്ങോട്ട് കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. ഒരിക്കൽ വന്നിട്ട് ഞാൻ രാവിലെ വന്നു, ഉച്ചയ്ക്ക് വിളിക്കാൻ പറ്റിയില്ല. പിന്നീട് കാണായിരുന്നു. അപ്പൊ ഞാനിങ്ങോട്ട് എറണാകുളത്ത് എത്തിപ്പോയി. അയ്യോ ഓട്ടപ്രദർശനമായിരുന്നു. ഉണ്ടായിരുന്നു. നമ്മളെ പരാതി പറഞ്ഞു. തന്നെ 2 ഡോക്ടർമാരെ പരാതി പറഞ്ഞു. നമ്മളെ ബർത്ത്ഡേ ആഘോഷിക്കാനും പറ്റിയില്ല. വീടിന്റെ മുമ്പിൽ കൂടെ പോയി ബഷീറിന്റെ കടന്ന ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാനില്ലേ കടന്നു പോയത്. കൗൺസിലിംഗ് പറഞ്ഞു അടുത്ത ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ എന്റെ 1-2 അനുഭവം പറയാൻ വേണ്ടി അതെ. എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ കേസ് വന്നു. ആ പേഷ്യന്റിന് സിവിയർ തലവേദന ഉണ്ടായിരുന്നു. ആ ബ്രസ്റ്റ് ക്യാൻസറിന് പെയിൻ ആയിരുന്നു, തലവേദന ഉണ്ടായിരുന്നു. ഞാൻ ബെൽഡോണ ഒണ്ണം കൊടുത്തു. ബെൽഡോണ ഒണ്ണം കൊടുത്തപ്പോൾ അത് ഒരു 2-3 ദിവസം കൊണ്ട് ആ പേഷ്യന്റെ പെയിൻ കംപ്ലീറ്റ് ആയിട്ട് മാറി. അപ്പൊ അതുപോലെ തന്നെ അവരുടെ റിലേഷനിൽ ബെൽഡോണ ഒണ്ണമാണ് കൊടുത്തത്. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പെയിൻ കുറഞ്ഞു ആ പെയിൻ അങ്ങ് മാറി. അങ്ങനെ അവരുടെ റിലേറ്റീവ് വേറൊരു ഒരു അമ്മാവന് ഈസോഫാഗൽ ക്യാൻസർ വന്നായിരുന്നു.
അപ്പോൾ ഈസോഫേഗൽ ക്യാൻസർ വന്നപ്പോഴത്തേക്ക് ഞാൻ തൂജ ഒണ്ണമ്മും പിന്നെ സൈലീഷ്യ ഇത് സെറോബർത്രയും അങ്ങനെ കൊടുത്തു എന്തായാലും അമ്മാവൻ കഞ്ഞി കുടിച്ച് മരിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അതിന് അവരെ എന്നെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ റെക്ടൽ ക്യാൻസർ ഇങ്ങനെ ധാരാളം വരുന്നുണ്ട്. അതിന് ഞാൻ അലോസും സൈലീഷ്യം മാറി മാറി കൊടുക്കാറുണ്ടായിരുന്നു. അതിന് സപ്രസ് ചെയ്ത് അവർക്ക് നല്ല റിലീഫ് കിട്ടിയിട്ടുണ്ട്. വീണ്ടും അത് റിക്കവർ ചെയ്യാതിരിക്കാൻ ഞാൻ അത് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതിയോ, വേറെ എന്തെങ്കിലും മാറ്റി കൊടുക്കണോ? അതെ, സൈലീഷ്യയും അലോസും തമ്മിൽ കൊടുക്കുന്നതിന് കൈപ്പറ്റിയിട്ടുണ്ട്. അങ്ങനെ മാറി മാറി ഒന്നിനെ നോക്കിയിട്ട് അലോസ് മാത്രം മതിയാവും, അല്ലെങ്കിൽ സൈലീഷ്യ മാത്രം. തൂജ ഹൈപ്പോട്ടൻസി കൊടുക്കാം. വീണ്ടും അപ്പയർ ചെയ്യാതിരിക്കാൻ അങ്ങനെ ചെയ്യാം അല്ലേ? ായിരിക്കാനും പെട്ടെന്ന് കുറയാനും വേണ്ടി കേട്ടോ. അതെ അതെ അതെ. പിന്നെ ഞാൻ ഈ സലൈൻ ബാത്തും പറയാറുണ്ട്, മറ്റേ റെക്ടൽ ബാത്തേ, സലൈൻ ബാത്ത് അത് പറയുന്നുണ്ട്. അപ്പോൾ പേഷ്യന്റിന് വലിയ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഉപ്പിട്ട് വാഷ് വെള്ളം ഉപ്പിട്ട് റെക്ടൽ ബാത്ത്. ഓക്കെ, അതെ 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 അതെ. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യണോണ്ട് കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല, വളരെ ഉപ്പ് എടുക്കരുത് കേട്ടോ. ഉപ്പ് അബ്സോർബ് ചെയ്യും, പോവും, കൂടുതൽ അബ്സോർപ്ഷൻ ഉണ്ടാകില്ല. അതുകൊണ്ട് ചെറിയ തോതിലാവും കല്ലുപ്പ്. അത് മറ്റേ താറ്റാല ഉപ്പൊന്നും കല്ലുപ്പ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ ജയചന്ദ്രൻ ഡോക്ടറെ, നമ്മളെ സമയം ഏകദേശം കഴിയാറായി. നമ്മുടെ റിസർട്ട് സാറിന് നന്ദി പറയുന്നതിന് ഞാൻ ഡോക്ടർ സലീം കുമാറിനെ ക്ഷണിക്കും. എനിക്ക് സാറിനെ കണ്ടോണ്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് അതൊരു മര്യാദകരായിട്ട് എനിക്ക് തോന്നുന്നു. വേറെ ആരെങ്കിലും പറഞ്ഞോളൂ. ശരി, എന്നാ ജയചന്ദ്രൻ ഡോക്ടർ എന്നെ നന്ദി കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇസ്മായിൽ ചേട്ടൻ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനോട് എത്ര തന്നെ നന്ദി പറഞ്ഞാലും അത് മതിയാകത്തില്ല. എന്നും 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 വന്ന് നമുക്ക് കാണണം, നമുക്കെല്ലാവർക്കും കാണണം, നമുക്ക് ഇതുപോലത്തെ ഉപദേശങ്ങൾ തരണം എന്ന് വളരെ സ്നേഹപൂർവ്വം പറഞ്ഞുകൊണ്ട് ഡോക്ടർക്ക് നന്ദിയും ഗുഡ് നൈറ്റും പറയുന്നു. താങ്ക് യു. കഴിഞ്ഞ ശ്രമിക്കാം എല്ലാ ദിവസവും വരാൻ വേണ്ടി. ചില ദിവസങ്ങൾ കുറച്ച് ആളുകൾ വഴിവേ ഇവിടെ സീനിയർ ഡോക്ടേഴ്സും കുറച്ചല്ലോ. അപ്പൊ അവരെ നമ്മളെ പണ്ട് ഞാൻ ചെയ്തുകൊണ്ട് രാവിലെ 7 മണിക്ക് ഹോമിയോ കോളേജിൽ നിന്ന് ഡോക്ടർമാർ വരുമായിരുന്നു. രാവിലെ 7 മണിക്ക് 8:30 ആകുമ്പോഴേ പോകുള്ളൂ. അത് പതിവായിട്ട് കുറേ നാളുണ്ടായിരുന്നു. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് പോയാൽ പിന്നെ ഞാൻ തീർന്നത്. അങ്ങനെയുള്ള ചില കണ്ടീഷൻസ് ഉള്ളതുകൊണ്ടാണ് ചിലപ്പോൾ കയറാൻ പറ്റാത്തത്. ഓക്കെ സാറേ, നന്ദി ജയചന്ദ്രൻ ഡോക്ടറെ. നമ്മുടെ സമയം ഏകദേശം വൈദ്യപ്പിക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ക്യാൻസർ എന്ന് പറയുന്ന രോഗം ഒരു ബാലികേറാമലയായിട്ടാണ് നമുക്ക് തോന്നുന്നതെങ്കിലും സലീം കുമാർ ഡോക്ടർ പറഞ്ഞ പോലെ സാറ് പറയുമ്പോൾ അത് വളരെ നിസ്സാരമാണ്. നമുക്കെല്ലാം ക്യാൻസർ ഈസിയായി ചികിത്സിക്കാമെന്നുള്ള ഒരു ധൈര്യമാണ് ഇപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്നത്. നല്ല എല്ലാ ചോദ്യങ്ങൾക്കും നല്ല വ്യക്തമായ രീതിയിലും മറുപടി പറഞ്ഞ സാറിന് എല്ലാവിധ നന്ദികളും നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സൂം സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.